പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങൾ കേരളത്തിലോട്ട് പോവാണ്. ഇവിടുന്ന് തെലങ്കാനയിൽ നിന്ന്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽഗോണ്ട റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഇപ്പം നൽഗോണ്ടയിലേക്ക് പോകുന്നതിന് 60 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ റോഡ് സിംഗിൾ റോഡ് ആയതുകൊണ്ട് ഒത്തിരി ലേറ്റാകും എത്താൻ വേണ്ടി. അതിന് കാരണം ഞങ്ങൾ അവിടുന്ന് മിരിയാലക്കൂടെ ഹൈവേ കൂടെ, അത് ഡബിൾ റോഡാണ്, ഞങ്ങളിവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് ഇത് മിരിയാലക്കൂടെ റെയിൽവേ സ്റ്റേഷനാണ്, ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ കൂടെ നമ്മുടെ വിജയാണ്. വിജയ് ഇവിടെ കിടക്കുന്നു. വിജയ് ഇതേ കിടന്ന് ഉറങ്ങുന്നു. വിജയാണ് എൻ്റെ കൂടെ വന്നത്. നമ്മളെ വണ്ടിയെ കൊണ്ടുവന്നത് വിജയാണ്. പിന്നെ ആയിരിക്കുന്ന ആൾ ശിവ, പുള്ളിയാണ് നമ്മുടെ കൂടെ കേരളത്തിൽ എൻ്റെ കൂടെ വരുന്നുണ്ട്. ആ കക്ഷി എൻ്റെ കൂടെ കേരളത്തിലോട്ട് വരുന്നുണ്ട്. ഒരു 5-6 വർഷത്തിന്, 5-6 ഒരു 8-10 വർഷത്തിന് മുമ്പ് പുള്ളി വന്നതായിരുന്നു. വന്നിട്ട് പിന്നെ പുള്ളി അമേരിക്കയിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വന്നപ്പോൾ ഇപ്പം കേരളത്തിൽ എൻ്റെ കൂടെ വരുവാണ് അദ്ദേഹം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് നാട്ടിലോട്ട് വന്നിട്ട് മലയാളപ്പുഴ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. മലയാളപ്പുഴ അമ്പലത്തിലെ ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ടെമ്പിളിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങുന്നത്. ഞങ്ങളുടെ ട്രെയിൻ വരാൻ സമയം ഇവിടെ 4:15 സമയം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് ലേറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ ലേറ്റാണ്. വലിയ റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ അത്ര വലിയ ഡെവലപ്പ് ആയിട്ടില്ല. അതാണ് റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമൊക്കെ സൂപ്പറാണ്. ലിഫ്റ്റ് സംഗതി ഫെസിലിറ്റി എല്ലാം ഉണ്ട്. വെളിയിലെല്ലാം സംഗതികളുണ്ട്. പക്ഷേ ഇത് 2 ട്രാക്കാണ്. അവിടെ ഒരു ട്രാക്കുണ്ട്, 3 ട്രാക്ക്. എല്ലാ ട്രെയിനും ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നു. എല്ലാ ട്രെയിനും ഇവിടെ നിർത്തും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നൽകോണ്ടയാണ് ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ഉള്ളൂ. ഇത് 80 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ വഴി ഇവിടെ അങ്ങോട്ട് വരാനാണ് ഞങ്ങൾക്ക് നല്ലതായിട്ടുള്ള വഴിയുള്ളത്. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ എപ്പോഴും വേണമെങ്കിൽ നൽകോണ്ട റെയിൽവേ സ്റ്റേഷനിലോട്ടേ പോകത്തുള്ളൂ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ വണ്ടി പോവാൻ ലേറ്റായത് കാരണം ഞങ്ങൾ ഇത് വന്നു. ശബരിയുടെ സമയം നൽകോണ്ട ടൈം 3:15 കാണിച്ചത്. പക്ഷേ ഇതുവരെയും ഇപ്പം ഈ സമയം വരെ നൽകോണ്ടയിൽ എത്തിയിട്ടില്ല. 4:30 ഇവിടെ വരാനായിട്ട്. ഞങ്ങൾ 3rd AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. B3 6162 ആണ്. ഞങ്ങളൊരു 10 ദിവസത്തേക്കുള്ള പ്ലാനാണ്. കേരളത്തിലോട്ട് വന്ന് കുറച്ച് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ സമ്മറാണ്, ഭയങ്കര ചൂടാണ്. ഇവിടെയും ചൂട് കൂടുതലാണ്, കേരളത്തിലും അതുപോലെ ചൂട് കൂടുതലാണെന്നറിയാം. പിന്നെ ഇത് പാസഞ്ചർ കുറവാണ് ഈ ട്രെയിനിൽ. ഇവിടുന്ന് കയറാൻ ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒത്തിരി ആളുകളില്ല കയറാനായിട്ട്. ആളുകൾ കുറവാണ് ഇവിടുന്ന് കയറാനായിട്ടുള്ളവർ. നൽകോണ്ടയിൽ നിന്ന് ഒത്തിരി മലയാളി കുട്ടികളൊക്കെ ഉണ്ട്. BSc നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഇഷ്ടത്തിനുണ്ട്. മലയാളികളുണ്ട്. ഇനി അങ്ങോട്ട് സീസൺ സ്റ്റാർട്ടാവുമല്ലേ. ഇനിയിപ്പോൾ ഹോളിഡേയ്സ് സ്റ്റാർട്ടാകുമ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര റഷായിരിക്കും. എനിക്ക് തന്നെ ഞാൻ 2 ദിവസം കൊണ്ട് ടിക്കറ്റിന് നോക്കുന്നുണ്ട്, കിട്ടിയില്ല. അവിടെ ട്രാവൽ ഏജൻസി ഉണ്ട്, ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അവരുടെ കയ്യിലാണ് കൊടുത്തിരുന്നത്. അവർ 2 ദിവസം കൊണ്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ ഇന്നലെയാണ് കിട്ടിയത്. 3rd AC കിട്ടി. ഒരു ടിക്കറ്റിന് 3000 രൂപയാണ് മേടിച്ചത്. ഞങ്ങൾ 2 പേരുണ്ട്. 2 ടിക്കറ്റിന് 6000 രൂപ മേടിച്ച്. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഒരു ടിക്കറ്റ് റേറ്റ് എന്ന് വെച്ചാൽ 2300 എങ്ങാണ്ടേ ഉള്ളൂ 3rd ACക്കുള്ള. ഇവിടുന്ന് നൽകോണ്ടയിൽ നിന്ന് മാവേലിക്കര വരെയുള്ള ടിക്കറ്റ് റേറ്റ്. പക്ഷേ ഇവർ കൂടുതലും മേടിച്ച് 3000 രൂപ വെച്ചെടുത്ത് 2700 രൂപ വെച്ച് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവർ, അവരുടെ കമ്മീഷൻ. ഇത്രയൊക്കെയാണ്. ട്രെയിൻ വരാൻ ഏകദേശമൊക്കെ സമയമായിട്ടുണ്ട്.